2 ദിവസമായി മഴ കനത്തതോടെ വെള്ളക്കെട്ടിൽ കുതിർന്നിരിക്കുകയാണ് ബംഗളൂരുവിലെ ജനവാസ കേന്ദ്രങ്ങൾ. മഹാദേവപുരയിൽ മഴയിൽ കുതിർന്ന മതിലിടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 103 മില്ലിമീറ്റർ മഴ ലഭിച്ചതോടെ റോഡുകളെല്ലാം തോടായി. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം മഴക്കെടുതി അനുഭവിക്കുകയാണ്. സിൽക്ക് ബോർഡ് ജംഗ്ഷൻ, കോറമംഗല, ബൊമ്മനഹള്ളി, ഹൊറമാവ് എന്നിവിടങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. അപ്പാർട്ട്മെന്റുകളുടെയും ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെയും താഴത്തെ നിലയിലെ താമസക്കാരെയാണ് മഴ ദുരിതം കൂടുതൽ ബാധിച്ചത്. വീടുകൾ മാലിന്യം കലർന്ന വെള്ളം ഇരച്ചുകയറി ഉപയോഗശൂന്യമായി. കുടിവെള്ളം പോലും മലിനമായത് ദുരിതം ഇരട്ടിയാക്കി. മിക്കവരും ബന്ധുവീടുകളിലും നഗരസഭയുടെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലും അഭയം തേടി. ട്രാക്ടറുകളിലും ഫൈബർ ബോട്ടുകളിലുമായി സഞ്ചരിച്ചാണ് ആളുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നത്. വീടുകൾക്ക് മുന്നിലും പോർച്ചുകളിലുമായി നിർത്തിയിട്ട വാഹനങ്ങളിലെല്ലാം വെള്ളം കയറി. ഇവിടെ ഡ്രെയിനേജ് വെള്ളം മൊത്തം ഇവിടെ അങ്ങ് ഫില്ലാകും. മഴ വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും വെള്ളം അങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കും. ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മഴ പെയ്യും, വെള്ളം കയറും. ഇവിടുത്തെ നാട്ടുകാർക്കും പ്രശ്നം, പോകുന്നവർക്കും പ്രശ്നം, വരുന്നവർക്കും പ്രശ്നമാണ്. പോകാൻ പറ്റുകയില്ല. അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ നിന്ന് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇതുള്ളതാണ്. ഗതാഗതക്കുരുക്കിന് കുപ്രസിദ്ധിയുള്ള നഗരത്തിലെ അടിപ്പാതകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ വാഹന സഞ്ചാരം സമ്പൂർണ്ണ ദുരിതമായി മാറി. കാൽനട യാത്രക്കാർക്ക് റോഡിലെ കുഴികളിലും ഡ്രൈനേജുകളിലും വീണ് പരിക്കേൽക്കുകയാണ്. മഹാദേവപുരത്ത് മഴയിൽ കുതിർന്ന മതിലിടിഞ്ഞു വീണ് 32കാരി ശശികലയ്ക്ക് ജീവൻ നഷ്ടമായി. അനധികൃത അശാസ്ത്രീയ നിർമ്മാണങ്ങളാണ് ബംഗളൂരുവിനെന്നും തലവേദനയാകുന്നത്. മഴ ഇതേ രൂപത്തിൽ 2 ദിവസം കൂടി തുടരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് മെട്രോവാസികളെ ആശങ്കയിലാക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ. ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.